السلام عليكم ورحمة الله. إن الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد. ബഹുമാന്യരായ സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ നമ്മൾ ഓരോരുത്തരും പാലിച്ച് ജീവിക്കുവാൻ കടപ്പെട്ടവരാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ശുദ്ധ റമദാൻ നമ്മോട് കഴിഞ്ഞു പോയതിന് ശേഷമുള്ള ആദ്യത്തെ ക്ലാസ്സാണ്. അള്ളാഹുവിൻ്റെ തൗഫീക്ക് കൊണ്ട് ഒരുപാട് നന്മകൾ വിശുദ്ധ റമദാനിൽ ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. സൂറത്ത് ത്വാഹയിലെ 82 ആയത്തുകളാണ് നമ്മൾ വിശദീകരിച്ചിരുന്നത്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജനതയെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഫിർഔനിൻ്റെ ശർറിൽ നിന്ന് രക്ഷിച്ച് അവർക്ക് തൂരി സീന പർവ്വതത്തിൻ്റെ വലതു ഭാഗത്ത് മന്നയും സെൽവയും ഒക്കെ ഇറക്കി കൊടുത്ത് അതിനെ സംബന്ധിച്ചുള്ള ചരിത്രം അതാണ് നമ്മൾ അവസാനം പറഞ്ഞു നിർത്തി. ഇപ്പം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഉമ്മത്തിന് ഒരു പ്രത്യേക ശരീഅത്തും കാര്യങ്ങളൊന്നും അള്ളാഹു കൊടുത്തിട്ടില്ല. തൗഹീദ് കുറച്ച് പഠിപ്പിച്ചു. ആ തൗഹീദ് മനസ്സിലാക്കി അവർ തുരിസീന പർവ്വതത്തിൽ ഇങ്ങനെ കുറച്ചു കാലം ജീവിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും ഈ ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മതനിയമങ്ങളും ശരീഅത്തുകളും ഒക്കെ ആവശ്യമാണ്. കാരണം ഒരു സമൂഹത്തിൽ ജീവിക്കാൻ ശരീഅത്ത് അത്യാവശ്യമാണ്. തൗഹീദിൻ്റെ വശം മാത്രം പോരാ, അവരുടെ കുടുംബജീവിതം, അവരുടെ സാമൂഹിക ജീവിതം, വ്യക്തി ജീവിതം, ദാമ്പത്യ ജീവിതം എന്നിങ്ങനെ മനുഷ്യനുമായി ബന്ധപ്പെടുന്ന എല്ലാ വിഷയങ്ങളിലും സൗണ്ട് കുറവുണ്ടല്ലോ, എല്ലാ വിഷയങ്ങളിലും നിയമനിർദ്ദേശങ്ങൾ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ തൗറാത്ത് എന്ന് പറയുന്ന മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വേദഗ്രന്ഥം സ്വീകരിക്കാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ തൂരി സീന പർവ്വതത്തിലേക്ക് വരാൻ വേണ്ടി പറയുകയാണ്. അതുമായി ബന്ധപ്പെട്ട സംഭവങ്ങളാണ് അടുത്ത ആയത്ത് മുതൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വമാ അഅജലക അൻ ഖൗമിക യാ മൂസാ وما أعجلك عن قومك يا موسى قال هم أولئك على أثري وعجلت إليك رب لترضى قال هم أولئك على أثري وعجلت إليك رب لترضى قال فإنا قد فتنا قومك من بعدك وأضلهم السامري قال فإنا قد فتنا قومك من بعدك وأضلهم السامري നോമ്പൊറ്റപ്പോൾ ആൾക്കാരെ ശക്തിയൊക്കെ പോയോ? ഇതൊക്കെ സൗണ്ട് കുറഞ്ഞു. ഇമ്മം കൂടിയപ്പോൾ സൗണ്ട് കുറഞ്ഞോ? അപ്പോൾ അവിടെ പിന്നെ ഓതുമ്പോൾ ശ്രദ്ധിക്കാനുള്ള വമാ അഅജലക, അവിടെ മദ്ദക്ഷരമായ അലിഫിൻ്റെ ശേഷം പിന്നീട് ഹംസയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വമാ എന്നാണ് അതുകൊണ്ട്
വമാ അഅ്ജലക, ഐന് സുക്കൂനൻ, അഅ്ജലക. അവിടെ പ്രത്യേകിച്ച് നിയമങ്ങളൊന്നുമില്ല, ഒക്കെ അതിൻ്റെ അസ്ലിയ ഹർക്കത്തിൽ ഉച്ചരിച്ചാൽ മതി. അതേസമയത്ത് മ എന്നുള്ളത് നീട്ടണം. വമാ അഅ്ജലക, അവിടെ 6 ഹർക്കത്ത്, പിന്നെ 4 വാജിബായിട്ടും 5 വരെ പോകാം, 5, 6 വരെ പോകാം. വമാ അഅ്ജലക അൻ ഖൗമിക, എന്നുള്ള ഇഖ്ഫ, അൻ ഖൗമിക. ഗുന്നത്ത് ഇഖ്ഫാവും അതുപോലെ തന്നെ ഗുന്നയുമാണ്. അൻ ഖൗമിക, അൻ ഖൗമിക എന്ന് പറയാൻ പാടില്ല, ഇദ്ഹാറല്ല, അവിടെ ഇഖ്ഫ ആണ്, പക്ഷേ ഗുന്നത്ത് വേണം. ഗുന്നത്തറ മണിച്ചിട്ട് ഓതണം. അതായത് അവിടെ 2 ഹർക്കത്താണ് മണിക്കേണ്ടത്. എന്ന് കുറേ മണിക്കാൻ പാടില്ല. ഖൗമിക, ഖൗമിക, ഖൗമിക യാ മൂസ, യാ മൂസ. അവിടെ യാ നീട്ടണ്ടല്ല, 2 അക്ഷരം നീട്ടിയാൽ മതി. യാ മൂസ. പിന്നെ ഖാലഹും, അപ്പോൾ ഒന്നുകൂടി നോക്കുക. വമാ അഅ്ജലക അൻ ഖൗമിക യാ മൂസ. പിന്നെ ഖാലഹും ഉലാഇ അലാ അസരി, അവിടെ ഖാലഹും, പിന്നെ ഉലാഇ എന്നുള്ള വാവ് അവിടെ സൈലൻ്റാണ്, ഞാന് അവിടെ ഉച്ചാരണം ഇല്ല, ഇദ്ഗാം. ഉലാഇ. പിന്നെ ലാമിന് ശേഷം ലാമ് മദ്ദക്ഷരമുണ്ട്, അതിന് ശേഷം ഹംസയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഉലാഇ അല അല അസരി, അല അസരി. അവിടെ ഫഖാലഹും ഉലാഇ അല അസരി വഅജിൽതു, വഅജിൽതു ഇലൈക റബ്ബി ലിതർദാ, ലിതർദാ, സ്വാദ് ളാദ്, റബ്ബി ലിതർദാ. തർദാ അധികം നീട്ടേണ്ടല്ല, 2 അക്ഷരം നീട്ടിയാൽ മതി. ലിതർദാ. പിന്നെ ഖാല ഫഇന്ന ഖദ്, ഫഇന്ന ഖദ്, ഖദ് ഹുറൂഫുൽ ഖൽഖലാണ്. ഫഇന്ന അവിടെ കുറച്ച് മണിച്ചിട്ട് വരണം. ഫഇന്ന ഖദ് ഫതന്ന, അവിടെയൊക്കെ മണിക്കണം. ഫതന്ന ഖൗമക മിൻ ബഅദിക്, അവിടെ മിൻ ബഅദിക് എന്നുള്ളത് നൂനെന്തിക്കണം, മീമാക്കി മാറ്റണം, അതായത് മറിക്കണം. മിൻ ബഅദിക ശേഷം ബ ആണ്, സാക്കിന നൂനിന് ശേഷം ബ വന്നാൽ തൻവീനെ മീമാക്കി മറിക്കണം, പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ മിൻ ബഅദിക, മിൻ ബഅദിക എന്നല്ല, മിൻ ബഅദിക. അപ്പോൾ ഫഇന്ന ഖദ് ഫതന്ന ഖൗമക മിൻ ബഅദിക വഅദല്ലഹും, വഅദല്ലഹും. പിന്നെ അവിടെ അസ്സാമിരി എന്നാണ് ഓതേണ്ടത്, സാമിരി എന്നല്ല. വഅദല്ലഹും അസ്സാമിരിയു, വഅദല്ലഹും അസ്സാമിരി. യാന് ശബ്ദ് വരണം നിർത്തുമ്പോൾ, സാമിരി എന്നല്ല. വഅദല്ലഹും അസ്സാമിരി, വഅദല്ലഹും അസ്സാമിരി എന്ന് യാന് ശബ്ദ് വന്നിട്ട് തന്നെയാണ് നിർത്തേണ്ടത്. അവിടെ സാമിരി എന്നല്ല, നമ്മൾ സാധാരണ മലയാളത്തിൽ പറയുമ്പോൾ സാമിരി സാമിരി എന്നറിയും, പക്ഷെ അവിടെ വഅദല്ലഹും അസ്സാമിരി, വഅദല്ലഹും അസ്സാമിരി എന്നാണ് ഓതേണ്ടത്. അപ്പോൾ ഇതാണ് ഓതുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് തൗറാത്ത് വാങ്ങാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല തൂരി സീനാ പർവ്വതത്തിലേക്ക് വരാൻ വേണ്ടി പറഞ്ഞു. 30 ദിവസമാണ് സമയം കൊടുത്തു. 30 ദിവസത്തിന് വേണ്ടി ഒരുങ്ങി വരണം. പിന്നെ ഫാത്തമ ബിഅശ്രിൻ, 30-ൽ കൂടുതൽ 10 ദിവസം കൂടി എക്സ്ട്രാ കൊടുത്തു. അങ്ങനെ 40 ദിവസം തൗറാത്ത് വാങ്ങാൻ വേണ്ടി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് പറഞ്ഞു. അപ്പോൾ തൗറാത്ത് എന്ന് പറഞ്ഞാൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് കിട്ടുന്ന വേദഗ്രന്ഥമാണ്. ആ തൗറാത്ത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അൽവാഹിൻ്റെ രൂപത്തിലാണ് കൊടുക്കണം. അൽവാഹ് എന്ന് പറഞ്ഞാൽ ഫലകങ്ങൾ, അതായത് ഒരു ഗേഡ് രൂപത്തിൽ, വേദഗ്രന്ഥ രൂപത്തിൽ തന്നെയാണ് അള്ളാഹു മൂസാ നബിക്ക് കൊടുക്കണം. അപ്പം ആ തൗറാത്ത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി, ഓതിക്കൊടുക്കാൻ വേണ്ടി അള്ളാഹ് എടുത്ത സമയം എത്രയാണ്? 40 ദിവസം. എത്ര? 40 ദിവസം. അപ്പോൾ മൂസാ നബിക്ക് തൗറാത്താണ് കൊടുത്തിട്ട് മുത്തച്ഛൻ കൊണ്ടേ ഓതിക്കള എന്നല്ല,
ഏത് വേദഗ്രന്ഥവും അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് എന്ത് ചെയ്യുക, വിശദീകരിച്ചു കൊടുക്കുക. സുമ്മ ഇന്ന അലൈന ബയാന. 23 കൊല്ലം കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ എന്ത് ചെയ്തത്, വിശദീകരിച്ചെടുത്ത്. 1/4 നൂറ്റാണ്ട് കാലെടുക്കണം, 23 കൊല്ലം കൊണ്ട്. അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് തൗറാത്ത് അള്ളാഹു കൊടുത്തത് 40 ദിവസം കൊണ്ടാണ്. ഘട്ടം ഘട്ടമായി കുറച്ചിച്ച് പഠിപ്പിച്ച് 40 ദിവസം കൊണ്ടാണ് അത് പൂർത്തിയാക്കിയത്. ഫഅത്മംനാഹ ബിഅശ്രിൻ, 10 ദിവസം കൊണ്ട് കൂടി അത് പൂർത്തിയാക്കി. 40 ദിവസം. അപ്പോൾ അതിനു വേണ്ടി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് വരാൻ വേണ്ടി അള്ളാഹു പറഞ്ഞു. പക്ഷെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കുറച്ച് ജനങ്ങളെയും കൂട്ടി വരാൻ പറഞ്ഞിരുന്നു, 70ഓളം ആളുകളെ. അതിൽ കുറച്ച് ആളുകൾ ടെസ്റ്റ് ചെയ്തിട്ട് അപ്പോൾ എന്ത് ചെയ്തു, അവരെ കൂട്ടി വരാനാണ്. പക്ഷെ അവരെ മുൻകടന്നിട്ട് മൂസാ നബി എന്ത് ചെയ്തു, കുറച്ച് ധൃതിപ്പെട്ട് അള്ളാഹിൻ്റെ അടുക്കിലേക്ക് ചെന്നു. അതാണ് അള്ളാഹ് ചോദിക്കുക, വമാ അഅ്ജലക, എന്താണ് വമാ എന്ന് പറഞ്ഞാൽ എന്താണ്, അഅ്ജല മാന അജലത്ത്, അൽ അജലത്തു പിന്നെ ശൈത്താൻ എന്ന് കേട്ടില്ലേ? അജലത്തുൻ എന്ന് പറഞ്ഞാൽ ധൃതി എന്നർത്ഥം, അതായത് വേഗത. അജലത്ത്, അജൽ. ദുനിയാവിനെ സംബന്ധിച്ചിടത്തോളം അൽ ഹയാത്തുൽ ആജില എന്ന് പറയാറുണ്ട്. അൽ ഹയാത്തുൽ ആജില, ഇത് ദുനിയാവ്. അൽ ഹയാത്തുൽ ആജില എന്ന് പറയാറുണ്ട് പരലോകത്തെ സംബന്ധിച്ച്. അൽ ആജിലത്തു വൽ ആജില എന്ന് സാധാരണ അറബി പറയാറുണ്ട്. അൽ ആജിലത്തു വൽ ആജില. ആജിലത്ത് എന്ന് പറഞ്ഞാൽ ധൃതിയുള്ളത്, എന്ന് പറഞ്ഞത് വേഗം അവസാനിക്കണമെന്നാണ്. ഏത്? ദുനിയാവ്. ആജിലത്ത് എന്ന് പറഞ്ഞാൽ പിന്നീട് വരാനുള്ളത്. അപ്പോൾ അജലത്ത് എന്ന് പറഞ്ഞാൽ ധൃതി. അപ്പോൾ ഒമാ അജലക്ക, എന്താണ് നിന്നെ ധൃതിപ്പെടുത്തിയത്? മൂസാ നബി എന്ത് ചെയ്തു, ഖൗമിനെ കൂട്ടി വരാൻ വേണ്ടി ഖൗമ് വരുന്നുള്ളൂ. മൂസാ നബി വേഗം ധൃതിപ്പെട്ട് തൂരി സീനയിലേക്ക് എത്തി. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബിയോട് ചോദിക്കാൻ, വമാ അജലക, എന്താണ് നിനക്ക് ധൃതി ഉണ്ടാകാൻ കാരണം, എന്താണ് താങ്കളെ ധൃതിപ്പെടുത്തിയത്? അജലക, താങ്കളെ. അൻ ഖൗമിക, നിന്റെ ഖൗമിനെ തൊട്ട്. നീ ഖൗമിനും കൂട്ടി വരാനാണ് അള്ളാഹ് പറഞ്ഞത്. പക്ഷെ ഖൗമിനോട് ഒഴിവാക്കിയിട്ട് നീ വേഗത്തിൽ ധൃതിപ്പെട്ട് വരാൻ എന്താണ് മൂസ താങ്കളെ പ്രേരിപ്പിച്ചത്? എന്താണ് താങ്കളെ? ഇത് അള്ളാഹ്ക്ക് അറിഞ്ഞിട്ടല്ല, അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് എല്ലാം അറിയാലോ. മൂസാ നബിയോട് ചോദിച്ചിട്ട് മനസ്സിലാക്കിയിട്ടാണോ? പക്ഷെ അതല്ല, അള്ളാഹുവിൻ്റെ ചില കാര്യങ്ങൾ. വമാ തിൽക ബിയമീനിക യാ മൂസ എന്നുള്ളത് ചോദിച്ചില്ലേ? അല്ല, മൂസാന്റെ വലത്തെ കയ്യിൽ എന്താണ്? ഇത് അള്ളാഹ്ക്ക് അറിയില്ല വടിയാണ്. അള്ളാഹു ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കണമെന്ന് വെച്ചാൽ ഒരു ഇബ്രത്ത് പഠിപ്പിക്കാനാണ്, ഒരു മൗഇദത്ത് അല്ലെങ്കിൽ ഒരു ഗുണപാഠം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ചോദിക്കണം. അതായത് ഈ ധൃതിപ്പെട്ടു വന്നതിൽ ചില ദോഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് എന്ത് ചെയ്യണം? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് പഠിപ്പിച്ചെടുക്കണം. കാരണം അള്ളാഹ് പറഞ്ഞതുപോലെ എല്ലാവരും കൂട്ടി വന്നിട്ടുണ്ടെങ്കിൽ ഒരു വിഷങ്ങൾ ഉണ്ടാവില്ല. കാരണം ധൃതിപ്പെട്ടത് കൊണ്ടാണ് അവിടെ സാമിരി എന്താക്കിയത്, പണി വേഗത്തിലാക്കിയത്. അതാണ് പിന്നെ അള്ളാഹ് പറഞ്ഞത്. ഈ ധൃതിപ്പെട്ടുകൊണ്ട് എന്തുണ്ടായി? ചില സംഗതികൾ അവിടെ ഉണ്ടായി. അപ്പം അതുകൊണ്ടാണ് വമാ അജലക അൻ ഖൗമിക യാ മൂസ, നിന്റെ ഖൗമിനെ തൊട്ട് താങ്കൾ എന്തുകൊണ്ടാണ് മൂസ ധൃതിപ്പെട്ടു വന്നിട്ടുള്ളൂ? അവിടെ മൂസാ നബിനെ അള്ളാഹ് വിളിക്കണത് യാ മൂസ തന്നെ, മൂസ. അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി വെച്ചാൽ, ഇപ്പം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആവശ്യത്തിൽ കവിഞ്ഞ ഒരു ധൃതി ഇവിടെ എന്ത് ചെയ്തു? കാണിച്ചു. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു നീരസം പ്രകടിപ്പിക്കാൻ അവിടെ ആവശ്യമുണ്ടായിരുന്നു. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങൾ, ഇപ്പോൾ അജലത്ത് പിന്നെ ഷെയ്ത്താൻ, ധൃതി എന്നുള്ളത് ഷെയ്ത്താനിൽ നിന്നാണ് എന്ന് ചില റിവായത്തുകളൊക്കെ കാണാം. അതിൻ്റെ റിവായത്തിൻ്റെ സിഹത്തിൽ ചില സംശയങ്ങളുണ്ടെങ്കിലും തത്വം മൊത്തത്തിൽ ശരിയാണ്. അനാവശ്യമായ ധൃതി അപകടമാണ്. അനാവശ്യമായ ധൃതി അപകടമാണ്. അതേ സമയത്ത് ധൃതി കൂട്ടേണ്ട ചില സംഗതികളുണ്ട്, ധൃതി കൂട്ടാൻ പാടില്ലാത്ത ചില സംഗതികളുണ്ട്. ധൃതി കൂട്ടേണ്ട സംഗതികളൊക്കെ
ഉണ്ട്, അതിന് മുമ്പ് വേറെ സംഗതി ഉണ്ട്. തൗബ. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ധൃതി കാണിക്കേണ്ടതാണ് തൗബയാണ്. ഒരാൾ സുമയതൂബുന മിൻ ഖരീബ് എന്നുള്ള പറഞ്ഞു. ഒരാളൊരു തെറ്റ് ചെയ്താൽ അതിൽ നിന്ന് വേഗത്തിൽ എന്ത് ചെയ്യണം? അത് പിന്നെ നാളെ. അതിന് പണ്ഡിതന്മാർ പറഞ്ഞ ഉദാഹരണം എന്താ വെച്ചാൽ, നമ്മുടെ വീട്ടിലൊരു പാമ്പ് കയറി. വീട്ടിലെന്ത് ചെയ്ത്? ഒരു പാമ്പ് കയറി. രാത്രി പാമ്പ് കയറി നമ്മൾ കണ്ട്. അത് പിന്നെ രാവിലെ നോക്കാം. എന്നാലും പറയോ? പറയില്ല. കാരണം എന്താ? അത് ചിലപ്പോൾ രാവിലെ ആകുമ്പോഴത്തേക്ക് നോക്കാണ്ടാവില്ല. കാരണം ആ പാമ്പ് നമ്മളെന്തായിട്ടുണ്ടാവും? അതിനേക്കാൾ അപകടമാണ് ഒരു തിന്മ നമ്മുടെ ശരീരത്തിൽ ബാക്കിയായെന്നാണ് പണ്ഡിതന്മാർ. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ ആലോചിക്കും, ഒരു പാമ്പ് ഒരു മനുഷ്യനെ കുത്തി അവൻ്റെ ജീവിതം അപകടത്തിലാവുള്ളൂ, പക്ഷേ അവൻ ദുനിയാവ് മരിച്ചുള്ളൂ. അതുപോലെയാണ് ഒരു മനുഷ്യൻ്റെ തിന്മ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ബാക്കിയായി അവൻ അവശേഷിക്കുമ്പോൾ ആ പാമ്പിനേക്കാൾ അപകടം ചെയ്യും. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ധൃതി കാണിക്കേണ്ടതാണ് തൗബയാണ്. അതേപോലെ തന്നെ ധൃതി കാണിക്കേണ്ട ഒരു കാര്യമാണ് മരിച്ചാൽ ജനാസ താജീൽ. ജനാസ ധൃതി കാണിക്കണം. നമസ്കാരത്തിന് സമയമായാൽ ധൃതി കാണിക്കണം. നോമ്പ് തുറക്കാൻ ധൃതി കാണിക്കണം. നോമ്പ് സമയമായാൽ ധൃതി കാണിക്കണം. ചില ആൾക്കാർ സൂക്ഷ്മത അറിഞ്ഞാണ്ട് ഇങ്ങനെ 5 മിനിറ്റ് 10 മിനിറ്റ് പിന്നെ കുടിച്ചിരിക്കണം. അത് സൂക്ഷ്മത അല്ല. ഇസ്ലാം പഠിപ്പിച്ച കാര്യങ്ങൾ ചെയ്യലാണെന്ത് സൂക്ഷ്മത. അതേപോലെ തന്നെ ധൃതി കാണിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. നമ്മുടെ ഖൗമ് തീരെ ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്. അതാർക്കെങ്കിലും പറയാൻ കഴിയോ? വിവാഹപ്രായമെത്തിയാൽ ധൃതി കാണിക്കണം. അതിപ്പോൾ കുറച്ച് കുറയുണ്ട്, പെൺകുട്ടിക്ക് പ്രത്യേകിച്ചും. പെൺകുട്ടിക്ക് ഇപ്പം എന്താ വെച്ചാൽ ഒരു ജോലി ഇട്ടിട്ട് മതി കല്യാണം എന്നൊക്കെയാണ് ഇപ്പോൾ നമ്മളെ കുട്ടികളുടെ ട്രെൻഡ്. മനസ്സിലായല്ലേ? പെൺകുട്ടികളുടെ ശ്രദ്ധിച്ചോളി. അതായത് ഇപ്പോഴത്തെ പിന്നെ 19-20 വയസ്സായി കുട്ടികൾ കല്യാണം അന്വേഷിച്ച് കുട്ടികളെന്ന് പറഞ്ഞ് അതിനിപ്പം ജോലി ഇട്ടിട്ടാക്കുക. അപ്പം നമ്മൾ ഈ മോട്ടിവേഷൻ കുറേ ക്ലാസ് ഉണ്ടല്ലോ. മോട്ടിവേഷൻ അല്ല, മോട്ടിവേഷനാണ്. കുറേ മോട്ടിവേഷക്കാരുണ്ടല്ലോ, വിഷം കൊടുക്കണേ. പേര് മോട്ടിവേഷൻ എന്നാണ്. ഓരോ ക്ലാസ് കേട്ടിട്ട് നമ്മളെ പെൺകുട്ടികൾ എന്താ പറഞ്ഞത്? ഇപ്പം വേണ്ട, കുറച്ചുകൂടി കഴിഞ്ഞിട്ട്. ഈ അച്ചായന്മാരെ മോഡൽ ഓല് 35-45 വയസ്സായിട്ടാണ് കല്യാണം കഴിക്കുക. അവിടെ ജനസംഖ്യ കുറവാന്ന് പറയും ചെയ്യും. എങ്ങനെ ജനസംഖ്യ കുറവാക്കുക? ഞാൻ പറയാൻ ഉദ്ദേശിച്ച വിഷയം അതല്ല, പറഞ്ഞുള്ളൂ. സ്വത്ത് ഓഹരി വെക്കുക. ആ അനന്തര സ്വത്ത് ഓഹരി വെക്കൽ ഇസ്ലാമിൽ വളരെ ധൃതി കാണിക്കേണ്ട കാര്യമാണ്. പക്ഷെ ഇന്ന് സമൂഹം വളരെയധികം അതിൽ അലംഭാവം കാണിക്കുന്നുണ്ട്. അതിൻ്റെ ഭവിഷ്യത്ത് നമ്മുടെ ഖൗമ് നല്ലോണം അനുഭവിക്കുന്നുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കിക്കോളി. ഇസ്ലാമിൽ ഒരു ആൾ മരിച്ചു കഴിഞ്ഞാൽ അയാൾ അനന്തരം വേഗം ഊരി വെക്കണം. ഇല്ലെങ്കിലുള്ള പ്രശ്നം എന്താ വെച്ചാൽ പ്രശ്നം ഉണ്ടാവും. കാരണം ബാപ്പി ആ മയ്യത്ത് മരിച്ച ആ ഫീലിങ്ങിൽ വസ്തു ഒരുക്കുമ്പോൾ വല്ലാതെ എന്തുണ്ടാവില്ല, ആൾക്കാർക്ക് മുതലിനോട് നമ്മൾ ആക്രാന്നറിയല്ലോ. മുതലിനോട് വല്ലാതെ ആക്ര ഉണ്ടാവില്ല. പിന്നെ 2 മാസമൊക്കെ കഴിഞ്ഞാൽ പിന്നെ പറയണ്ട ആ അളിയന് പറഞ്ഞ് അവിടെ നമ്മളാ മുന്നിലാണ് സ്ഥലം കിട്ടിയാൽ തിരക്കടില്ലേനി എന്നൊക്കെ പറഞ്ഞ് പിന്നെ ഇങ്ങനെ എന്ത് ചെയ്യും, ആ ഫീലിങ്ങോട് പോകുമ്പോൾ പിന്നെ മുതലിനോട് ഇങ്ങനെ ഇഷ്ടം കൂടി വരും. ഇതിൽ വലിയ അപകടം എന്താ വെച്ചാൽ, എന്നാളിനോട് ഒരാൾ കൊണ്ടോട്ടിൻ്റെ ഭാഗത്ത് മുതുവിൽ നിന്നൊരു പിന്നെ സ്ത്രീ വിളിച്ചിട്ട് ചോദിച്ചു, ഞങ്ങളെ വാപ്പാൻ്റെ സ്വത്ത് 16 കൊല്ലമായി ഒരു വെച്ചില്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾ ലോകത്തെ ഏറ്റവും വലിയ ലാലിമ്യങ്ങളാണ്. അപ്പം ഞാൻ വെച്ചാൽ അനന്തരാവകാശികൾ പലരും മരിച്ചുപോയി. 2 അനന്തരാവകാശികൾ മരിച്ചുപോയി. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. ഒരു വാപ്പ മരിച്ചു. ആ വാപ്പാക്ക് 4 കുട്ടികളുണ്ട്, അല്ലെങ്കിൽ 4 ആൺകുട്ടികൾ പെൺകുട്ടിയുണ്ട്. സ്വത്ത് ഒരിച്ചില്ല. 2 വർഷമായി 3 വർഷമായി 4 വർഷമായി ഒരിച്ചില്ല. ഒരിക്കൽ നമുക്ക് ആർക്കും തിരക്കില്ല, മുതലിൻ്റെ ആക്കറില്ലല്ലോ. ഒരു ഭയങ്കര വിശാല മനസ്സുകരിക്കാൻ ആയിക്കോട്ടെ. ഈ 2 കൊല്ലം കഴിഞ്ഞ് ഈ വാപ്പാൻ്റെ ഒരു മോൻ മരിച്ച് കൂടിക്കോളി. 2 കൊല്ലം കഴിഞ്ഞപ്പോൾ വാപ്പാൻ്റെ ഈ ഒരു മകൻ മരിച്ചു. പിറ്റത്തെ കൊല്ലം വേറെ മകൻ മരിച്ചു. അപ്പോൾ സ്വത്ത് വരിച്ചു. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഈ ബാപ്പാൻ്റെ സ്വത്ത് ഈ മകൻ ആസ്വദിക്കാൻ കഴിഞ്ഞോ? ഇല്ലല്ലോ. ഈ മകൻ അവകാശപ്പെട്ടതല്ലേ വാപ്പാൻ്റെ സ്വത്ത്. ഈ മയ്യത്തിൻ്റെ സ്വത്തിൽ ആർക്ക് അവകാശമുണ്ട്? ഈ മരിച്ച മകന് അവകാശമില്ലേ? കാരണം വാപ്പ മരിക്കുമ്പോൾ മകൻ ജീവിച്ചിരിക്കണ്ടല്ലോ.
ആ മകന് ഈ സ്വത്ത് തടയാൻ കാരണമാരാണ്? ഈ സ്വത്ത് വൈകിപ്പിച്ചവരെന്നെ. ആങ്ങളാർ പറയും അത് ഇപ്പം വേണ്ട, നമുക്ക് കുറച്ച് ഉണ്ടാക്കാറ്. ഒരിക്കലും ശരിയല്ല. വേഗം സ്വത്ത് ഒരുക്കണം. അത് മുതലിനോട് ആക്രണ്ടായിട്ടല്ല. ചില ആൾക്കാർ അങ്ങനെ തെറ്റിയിരിക്കും. അതിപ്പോൾ വാപ്പ മരിച്ചു കഴിഞ്ഞിട്ടുള്ളൂ, 5 ദിവസം കൂടി ആയില്ല, അതിന് മുതൽ ഒരുക്കാൻ. അതല്ല എൻ്റെ കാഴ്ചപ്പാട്. അത് ശരിയാത്തൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഹിക്മത്തുകൾ ഉണ്ടാവും. അത് നമ്മൾ ആക്ര ഉക്ര എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വേഗത്തിൽ ഒരുക്കണം. എത്ര പ്രശ്നങ്ങൾ ആങ്ങളെയും പെങ്ങളും തെറ്റി. ഇതൊക്കെ ഇസ്ലാം പറഞ്ഞ തഅജീൽ അഥവാ വേഗം ചെയ്യണമെന്ന് ശരീഅത്ത് പഠിപ്പിച്ച കാര്യം വൈകിപ്പിക്കാൻ പാടില്ല. കാരണം വൈകിപ്പിച്ചാൽ ഒരുപാട് പ്രശ്നങ്ങൾ അതിൻ്റെ പിന്നിൽ വരാൻ സാധ്യതയുണ്ട്. ഞാൻ സാന്ദർഭികമായിട്ട് പറഞ്ഞെന്നുള്ളൂ. പല പ്രശ്നങ്ങളും നമുക്ക് നേരിട്ട് അതുമായി ബന്ധപ്പെട്ട് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. പലരും നമ്മൾ ഫോണിൽ സംശയം ചോദിക്കുമ്പോഴൊക്കെ എന്താ വെച്ചാൽ ഇതാണ് സ്വത്തിൻ്റെ പ്രശ്നമാണ്. സ്വത്ത് വൈകിപ്പിച്ചത് കൊണ്ട് പല ആളുകളും അനന്തരാവകാശികൾപ്പെട്ട പല ആളുകളും മരണപ്പെട്ടു പോകുന്നുണ്ട്. മരണപ്പെട്ടു പോകുമ്പോൾ എന്താ വെച്ചാൽ അവർക്ക് ആ സ്വത്ത് അനുഭവിക്കാൻ കഴിയാത്ത വിഷയമുണ്ടാവും. പിന്നെ പലപ്പോഴും ആ മക്കൾക്ക് അനുഭവിക്കാൻ കഴിയാത്ത വിഷയമുണ്ടാവും. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അതിലൂടെ. അതുകൊണ്ട് തന്നെ സ്വത്ത് ഓഹരി വെക്കുക. അത് മുതലിനോടുള്ള ഒരു അമിതമായ ഇഷ്ടം കൊണ്ടല്ല, ശരീഅത്ത് പറഞ്ഞ കാര്യങ്ങൾ മാത്രമല്ല. ഇതിലുള്ള വലിയ വിഷയം എന്താ വെച്ചാൽ സക്കാത്ത് കൊടുക്കേണ്ടി വരും. ഇപ്പോൾ ഈ ബാപ്പ മരിച്ചു, 1 ഏക്കർ തെങ്ങും തോട്ടം നോട്ടിക്കോളി, സ്വത്ത് ഒരിക്കണില്ല. തെങ്ങുമെന്ന് തേങ്ങ അങ്ങനെ ഇടുന്നുണ്ട്. സക്കാത്ത് ആരും കൊടുക്കുക? ആരും കൊടുക്കൂല. ആരും സക്കാത്ത് കൊടുക്കൂല. കാരണം എന്താ? ഓൻ്റെ പേരിലല്ലല്ലോ. എൻ്റെ പേരിലുള്ള മുതൽ തന്നെ ഞാൻ സക്കാത്ത് കൊടുക്കേണ്ടേ ഉള്ളൂ. എല്ലാവരും സ്വത്ത് ഇങ്ങോട്ടാ അവൻ കൊടുത്തോട്ടും അവസാനം സക്കാത്ത് ഉണ്ടാവില്ല. എത്ര മുതലുകളുണ്ടാവും. അതുകൊണ്ട് വേഗത്തിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇത്. ഇനി ധൃതി കൂട്ടാൻ പാടില്ലാത്ത സംഗതികളാണ്. ഒന്ന് നിസ്കാരത്തിൻ്റെ വിഷയം, അപ്പോൾ നിസ്കാരത്തിലേക്ക് വരുന്ന വിഷയം. ഇതൊക്കെ കുറച്ച് സാവകാശം ചെയ്യേണ്ട കാര്യം. നിസ്കാരത്തിൽ ധൃതി കൂട്ടാൻ ഇമാമിന് മുൻകടക്കുക. ചില ആൾക്കാർ സൂഫി ഇബ്രാഹിം മൂസ അറിയുമ്പോൾ തന്നെ കൈവടത്തിണ്ടാവും. ജുമാക്കൊക്കെ എന്താ ഇപ്പം കൈയെടുത്ത് ആത്തിട്ടിട്ട് എന്തായാലും ഇമാമ് സലാം വീട്ടിട്ട് അവന് സലാം വിട്ടാൻ പറ്റുള്ളൂ. പിന്നെ ഇപ്പം എന്താ ചില ആൾക്കാർ സുജൂദിലും റുക്കൂലൊക്കെ നേരത്തെ പോയി കുത്തിരിക്കണതാണ് ഇമാമിനേക്കാൾ മുമ്പ്. എന്തിനാണ് ഇമാമിനേക്കാൾ മുമ്പ് റുക്കൂലവിടെ പോയിക്കണ്? അല്ലെങ്കിൽ ഇമാമ് കൈ താത്തുന്നതിന് മുമ്പ് തന്നെ നമ്മളും തന്നെ കൈ താത്തിന്. നമുക്ക് അറിയുന്ന സുഹൃത്തുക്കായാൽ സോഫി എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു കൈ ഇബ്രാഹിം മൂസാരുമ്പോൾ മറ്റേ കൈ ഇമാമ താത്തിട്ട് തന്നെ ഉള്ളത്. നിസ്കാരം ബാത്തിലാവും എന്ന് പറഞ്ഞാ ഓൻ്റെ നിസ്കാരം ക്യാൻസലാണ്. ഓൻ നിസ്കരിച്ചിട്ടില്ല എന്നതിനർത്ഥം. എത്രത്തോളം ഷറഹുൻ മുസ്ലിമിൽ ഇമാം നവവി പറയാണ്, ഇമാമ് അല്ലാഹു അക്ബർ എന്ന് പറയില്ല, തക്ബീറത്തുൽ ഇഹ്റാമില്. തക്ബീറത്തുൽ ഇഹ്റാമില് ഇമാമ് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് ആ സാക്കിനായ എന്ന് പറയുന്നതിന് മുമ്പ് ഒരാൾ തക്ബീർ കെട്ടിയാൽ ഓൻ നിസ്കാരം ശരിയാവില്ല. മനസ്സിലാക്ക്. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് ഇമാമ് ആ അക്ബർ പൂർത്തിയാകുമ്പോഴേ ഇമാമ് എന്തൊക്കെ പ്രവേശിക്കുള്ളൂ? നിസ്കാരത്തിൽ പ്രവേശിക്കുള്ളൂ. തക്ബീറത്തുൽ ഇഹ്റാം പൂർത്തിയാകുമ്പോഴാണ് ഒരാൾ എന്ത് ചെയ്യുക? നിസ്കാരത്തിൽ പ്രവേശിക്കുക. ആ നിസ്കാരത്തിൽ പ്രവേശിച്ച് പൂർത്തിയാകണതിന് മുമ്പ് തന്നെ ഇവൻ മുമ്പ് കയറിയാൽ ഓൻ ഇമാമിനേക്കാൾ ആ ഇമാമിനെല്ലാം പിന്തുടരണം എന്ന് പറഞ്ഞാൽ ഓൻ നിസ്കാരം ഉണ്ടാവില്ല. ഹദീസിൽ എത്ര ശക്തമായ താക്കീത് അറിയാം. ഒരു മനുഷ്യൻ സുജൂദിൽ നിന്ന് ഇമാമ തല ഉയർത്തുന്നതിന് മുമ്പ് തല ഉയർത്തിയാൽ അവൻ്റെ തല കഴുതയുടെ തലയാകുന്നത് അവൻ ഭയപ്പെടട്ടെ എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. എന്താ തല പൊന്തിച്ച് നേരത്തെ പൊന്തിച്ച് പാടില്ല. അപ്പം അത് അവിടെ നിന്ന് തിരക്ക് കൂട്ടാൻ പാടില്ല. അതേസമയത്ത് തിരക്ക് കൂട്ടേണ്ട സ്ഥലങ്ങളിൽ എന്ത് ചെയ്യണം? തിരക്ക് കൂട്ടുകയും. അതേപോലെ തന്നെ ഹജ്ജ്, വമൻ അറാദൽ ഹജ്ജ ഫൽയുഅജ്ജിൽ. പിക്കൊക്കെ പലപ്പോഴും സങ്കടം തോന്നിയെന്ന് വെച്ചാൽ സ്കൂളിലൊക്കെ പോസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് 40-50 ലക്ഷമൊക്കെ കൊടുക്കുന്ന ആൾക്കാരുണ്ട്. ഒരു ഹജ്ജ് ചെയ്തിട്ടുണ്ടാവില്ല. ഹറാമാണ്, ഹറാം. 40 ലക്ഷമൊക്കെ കൊടുത്ത് സ്കൂളിൽ പോസ്റ്റിൽ കയറുന്ന ആൾക്കാരുണ്ട്. ഹജ്ജ് ചെയ്തണോ? ഹജ്ജ് ചെയ്തിട്ടില്ല. ആലോചിച്ച് മനിസ്തതഅ ഇലൈഹി സബീല എന്ന് അല്ലാഹു പറഞ്ഞു. ഒരു മനുഷ്യന് തൻ്റെ പ്രാഥമികമായ ചെലവുകൾ കഴിച്ച് ഹജ്ജിന് പോകാൻ പൈസൻ്റെ കയ്യിൽ ബാലൻസ് ഉണ്ടെങ്കിൽ ആണും പെണ്ണും നിർബന്ധമാണ്. പെണ്ണുങ്ങൾ ശ്രദ്ധിക്കുക. ഒരു ഹജ്ജിന് പോകാനുള്ള സമ്പത്തും ആഭരണങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അവൻ അറാദൽ ഹജ്ജ ഫൽയുഅജ്ജിൽ എന്ന റസൂൽ പറഞ്ഞു.
ഹജ്ജ് ചെയ്യാൻ ആർക്കെങ്കിലും ഉദ്ദേശം ഉണ്ടെങ്കിൽ അവൻ വേഗത്തിൽ ചെയ്യട്ടെ. ഇന്നിപ്പോൾ കുറച്ചൊക്കെ അതിൽ കുറച്ചൊരു മാറ്റം വന്നിട്ടുണ്ട്. പണ്ടൊരു 10-20 കൊല്ലം മുമ്പ് എന്താ വെച്ചാൽ 60 വയസ്സ് കഴിഞ്ഞാൽ എന്തുള്ളൂ? ഹജ്ജുള്ളൂ. ഈ വയസ്സാം കാലത്ത് നീച്ചെടുക്കാൻ കഴിയാത്ത ആൾക്കാരാണ് 95% എന്ത് ചെയ്തിരുന്നത്? ഹജ്ജിന് വേണ്ടി. ഇപ്പോൾ കുറേയൊക്കെ അൽഹംദുലില്ലാഹ് ബോധവൽക്കരണം കൊണ്ട് മാറ്റമുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞത് ധാരാളം പണം സ്വരൂപിച്ച് വെച്ച ആളുകൾ പോലും ഹജ്ജ് നിർവഹിക്കുന്നില്ല. തെറ്റാണ്. സ്കൂളൊക്കെ കയറിക്കോട്ടെ, പക്ഷെ ഇന്ന് കുറച്ച് പൈസ എടുത്തിട്ട് എന്ത് ചെയ്യണം? ഹജ്ജ് ആദ്യം ചെയ്യണം. എനിക്ക് തെറ്റല്ലേ? ഇത്രയും സമ്പത്തോൻ്റെ കയ്യിൽ 40 ലക്ഷമാണ് ഇപ്പോൾ സ്കൂളിലൊക്കെ പോസ്റ്റ്. പിന്നെ റമദാൻ്റെ ആൾ പറഞ്ഞു 40 ലക്ഷം കൊടുത്ത് കയറി. 40 ലക്ഷമൊക്കെ എന്തിന്? ഹുക്കുമത്തിൻ്റെ ശമ്പളം കിട്ടാനാണ്. നമ്മളതിനൊന്നും എതിരായിട്ടല്ലോ, ഒക്കെ ഉണ്ടായിക്കോട്ടെ. പക്ഷേ നമ്മൾ നിർബന്ധമായി നിർവഹിക്കേണ്ട കർമ്മം എന്ത് ചെയ്യണം? ആളുകൾ ചിന്തിക്കില്ല, ആളുകൾ മനസ്സിലാക്കില്ല ദീൻ്റെ ഗൗരവം അത്രേ ഉള്ളൂ. അപ്പോൾ ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാനെ വിളിച്ചു, വമാ അജലക അൻ ഖൗമിക യാ മൂസ, എന്താണ് മൂസ നീ നിന്റെ ഖൗമിനെ തൊട്ട് ഇവിടെ ധൃതിപ്പെട്ടു വരാൻ കാരണം? അപ്പോൾ അള്ളാഹുവിനോട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഖാല ഹും ഉലായി, ഹും എന്ന് പറഞ്ഞാൽ അവർ, ഉലായി എന്ന് പറഞ്ഞാൽ ഉലായിക്ക് ആ വിഭാഗം ആളുകൾ അഥവാ കൂട്ടർ, അല അസരി, അസർ എന്ന് പറഞ്ഞാൽ ബേക്ക് എന്നർത്ഥം, പിറകിൽ. അസർ എന്ന് പറഞ്ഞാൽ ശരിക്ക് അടയാളം എന്നാ, കാലടയാളത്തിനാണ് ശരിക്കും എന്താ പറയുക അസർ. കാലടയാളം മുന്നിലെ ബാക്കിലുണ്ടാകുക? ബാക്കിൽ. നമ്മൾ നടന്നു പോയാലല്ലേ എന്തുണ്ടാവുള്ളൂ? അസർ ഉണ്ടാവുള്ളൂ അല്ലേ? അപ്പോൾ ഇവിടെ അസർ എന്ന് പറഞ്ഞാൽ ശരിക്ക് കാലടയാളം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യമുണ്ട്. പിന്നെ വിശുദ്ധ ഖുർആൻ സൂറത്ത് യാസീനിലൊരു അസർ പറഞ്ഞാണ്, സനക്തുബു മാ ഖദ്ദമു വാസാറഹും, സനക്തുബു മാ ഖദ്ദമു വാസാറഹും, നാം അവരുടെ പ്രവർത്തനവും എഴുതി വെക്കും, അവിടെ ആസാറുകളും എഴുതി വെക്കും. ആ ആസാർ കൊണ്ട് ഉദ്ദേശം എന്താ? അനന്തരഫലങ്ങൾ. അതായത് ഒരു മനുഷ്യൻ്റെ പ്രവർത്തനം കൊണ്ടുണ്ടാകുന്ന ഇമ്പാക്റ്റുകൾ ഉണ്ടല്ലോ, അത് നന്മയുണ്ടാവും തിന്മയുണ്ടാവും, അത് അള്ളാഹ് ഇവിടെ എഴുതിയേക്കും. അതപ്പോൾ മസല ഉദാഹരണം പറയും, നന്മയുടെ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു മനുഷ്യൻ പള്ളി ഉണ്ടാക്കി, അതൊക്കെ ഒരു അസറാണ്. അൽഹംദുലില്ലാഹ്. ആ പള്ളി ഉണ്ടാക്കി കഴിഞ്ഞാൽ അയാളുടെ ജീവിതകാലം ഒഴുക്കുകൾ കൂലി കിട്ടുമ്പോൾ മരിച്ചാലും എന്ത് ചെയ്യും? അതൊരു അസറാണ്. ഇതിനോട് തിന്മ തുടങ്ങി വെച്ച്, ഇപ്പം നമ്മളെ ഖലീൽ തങ്ങൾ തുടങ്ങി വെച്ചാൽ കടലുണ്ടിക്കാർ നമ്മളെ നാട്ടിൽ നിന്ന് തുടങ്ങിയതാണെന്ത്? ബിദത്ത് നഗർ, തേരാവിൻ്റെ നഗർ ആരുണ്ടാക്കിയതാണ്? നമ്മൾ തങ്ങൾ ഉണ്ടാക്കിയതാണ്. ഇനി അയാൾ മരിച്ചു പോയാലും ആ വിധത്ത് എന്ത് ചെയ്യും? അവിടെ ഉണ്ടാവും. അപ്പം അതിൻ്റെയൊക്കെ ശിക്ഷ എന്ത് ചെയ്തും കിട്ടിക്കൊണ്ടിരിക്കും. അതാണ് തെറ്റായ അസർ. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ, നന്മകളുടെ ഒരു അസർ നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ടാവണം? ബാക്കിയുണ്ട്. അതാ അസരി എന്ന് പറഞ്ഞാൽ എൻ്റെ പിറകിൽ വരുന്നത് എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രവർത്തനത്തിൻ്റെ, ഇവിടെ ഉദ്ദേശം എന്താ വെച്ചാൽ എൻ്റെ ബാക്കിൽ നിന്നാണ്. പക്ഷേ ഇസ്ലാമിക ശരീഅത്തിൽ അസർ എന്ന് പറഞ്ഞ ഉദ്ദേശം എന്താ വെച്ചാൽ ഒരു നമ്മൾ ജീവിച്ചതിൻ്റെ ഒരു അടയാളം നമ്മുടെ എന്ത് ചെയ്യണം? നമ്മൾ ബാക്കിയാക്കണം. ഒരു നന്മയുടെ ഷെയ്ഖ് മുനജ്ജിദ് അദ്ദേഹത്തിൻ്റെ പുസ്തകമുണ്ട്, ഉത്റുക് അസറൻ ഖബ്ല റഹീൽ എന്ന് പറഞ്ഞിട്ട്, നീ മരിക്കുന്നതിന് മുമ്പ് നീ ഒരു അസർ ബാക്കിയാക്കി പോകണം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഇല്ലെങ്കിൽ നമുക്കൊരു നീയത്തെങ്കിലും സഹോദരന്മാരുണ്ടാണ്, നമുക്ക് മരിക്കുന്നതിന് മുമ്പ് ഒരു നന്മയുടെ അസർ എനിക്കിവിടെ ബാക്കിയാക്കി പോകണം എന്നൊരു നീയത്തെങ്കിലും നമുക്കെന്തുണ്ടാകണം? പലതരത്തിലുണ്ടാകാം. റസൂലുള്ളാഹി പറഞ്ഞു, ഒരു മുസ്ഹഫ് പള്ളിയിലേക്ക് വഖഫ് ചെയ്യുക, അതൊരു അസറാണ്. അല്ലെങ്കിൽ മുസ്ഹഫ് പ്രിൻ്റ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ മുസ്ഹഫ് ഹദിയ ചെയ്യുക, കിണർ കുഴിക്കുക, അതുപോലെ തന്നെ മരങ്ങൾ നട്ടാൽ ധനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ വഖഫ് ചെയ്യുക, ജാരിയത്തായ സ്വതക്ക ചെയ്യുക, ഇതൊക്കെ അസറുകളാണ്. വഖഫ് ചെയ്യുക. ഇപ്പോൾ ഈ ഫറൂഖ് കോളേജ് നിൽക്കുന്ന സ്ഥലം നമുക്കറിയാലോ, ഒരു വ്യക്തിയുടെ വഖഫാണ്. പുളിക്കൽ ജാമിയ സലഫിയ നിൽക്കുന്ന സ്ഥലം ഒരു വ്യക്തിയുടെ വഖഫാണ്. അതൊക്കെ ഖബറിൽ അത്ര കിട്ടും ഇൻഷാ അല്ലാഹ്, വലിയ ഇഖ്ലാസ് ഉണ്ടെങ്കിൽ. അപ്പം അതാണ് ശരിക്കും അസർ എന്ന് പറയുന്നത്. ഇവിടെ അസർ എന്ന് പറഞ്ഞ ഉദ്ദേശം എന്താ വെച്ചാൽ അല അസരി എന്ന് പറഞ്ഞാൽ എൻ്റെ പിറകിൽ അവർ വരുന്നുണ്ട്, ഞാൻ എന്താണ് എൻ്റെ ബാക്കിൽ എന്ത് ചെയ്യുന്നുണ്ട്? എൻ്റെ ഖൗം വരുന്നുണ്ട്. വഅജിൽതു ഇലൈക, ഞാൻ നിന്നിലേക്ക് ധൃതിപ്പെട്ടത് എന്തിനാണ് ചോദിച്ചില്ല, അതിന് മറുപടി പറയാം. വഅജിൽതു ഇലൈക, ഞാൻ നിന്നിലേക്ക് ധൃതിപ്പെട്ടത് എന്തിനാണ്? റബ്ബി, എൻ്റെ റബ്ബേ, ലിതർദാ,
നീ എന്നെ സംബന്ധിച്ച് തൃപ്തിപ്പെടാൻ. അത് ഏത് നന്മയിലേക്കും വേഗത്തിൽ വരിക എന്നുള്ളൊരു ഇസ്ലാമിൻ്റെ അസ്ലാണ്. ഏത് നന്മയിലേക്കും വേഗത്തിൽ വരിക. അപ്പം ആ നന്മയിലേക്ക് വേഗത്തിൽ വരിക, അങ്ങനെ നീ എന്നെ തൃപ്തിപ്പെടാൻ വേണ്ടിയാണ് അള്ളാഹുവെ ഞാൻ എൻ്റെ ഖൗമിനെ ബാക്കിലാക്കിയിട്ട് അവരെക്കാൾ വേഗത്തിൽ ഞാനിത് ഇവിടെ എത്തിയിട്ടുള്ളത് എന്ന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയണം. ഞാൻ ഇപ്പോൾ അടുത്ത് ഒരു പോസ്റ്റ് അറബി ഭാഷയുള്ള സംഗതി എന്താ വെച്ചാൽ, പിന്നെ ലോകത്ത് ഏറ്റവും ഏത് റോഡിലൂടെ നിങ്ങൾ പോയി നോക്കിയാലും അവിടെയൊക്കെ സ്പീഡ് ലിമിറ്റ് ഉണ്ടാവും, ഏത് എക്സ്പ്രസ് ഹൈവേ ആണെങ്കിലും അല്ലേ. പക്ഷെ അള്ളാഹുവിലേക്കുള്ള വേഗതയിൽ എന്തില്ല? സ്പീഡ് ലിമിറ്റ് ഇല്ല. ഫഫിറു ഇലല്ലാഹ്, നിങ്ങൾ അള്ളാഹുലേക്ക് അതിവേഗത്തിൽ വരിക. മറ്റിടത്തൊക്കെ എന്തുണ്ടാവും? 120, 80, 60, 40 സ്പീഡ് ലിമിറ്റ് ഉണ്ടാവും. അള്ളാഹുവിലേക്ക് എന്തുള്ള വേഗതയിൽ എന്തില്ല? അള്ളാഹുവിലേക്കൊരു മനുഷ്യൻ കുതിക്കുകയാണെങ്കിൽ ആ കുതിപ്പിനെന്തില്ല? ഫഫിറു ഇലല്ലാഹ്. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അള്ളാഹുവിലേക്ക് നിങ്ങൾ വേഗത്തിൽ വരിക, സ്പീഡിൽ വരിക എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അതാണ് പറഞ്ഞത്, എൻ്റെ ഖൗമിനെ വിട്ട് ഞാൻ നിന്നിലേക്ക് ധൃതിപ്പെടാൻ കാരണം ഇലൈക റബ്ബി ലിതർളാ, അള്ളാഹുവേ നീ എന്നെക്കുറിച്ച് തൃപ്തിപ്പെടാൻ വേണ്ടിയാണ്. അപ്പം അള്ളാഹുവിൻ്റെ തൃപ്തിയാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സമ്പാദ്യം. രണ്ട് കാര്യമാണ്, ഒന്ന് അള്ളാഹിൻ്റെ തൃപ്തിയും ഒന്ന് അള്ളാഹിൻ്റെ റഹ്മത്തും. അതുകൊണ്ടാണ് സൂറത്തു ഇതിൻ്റെ അവസാന ഭാഗത്ത് അദ്ഖുലി ഫി ഇബാദി, എന്താണ്? റാളിയത്തൻ മർളിയ വദ്ഖുലി ഫി ഇബാദി വദ്ഖുലി ജന്നതി. അവിടെ റാളിയത്തൻ മർളിയ, അള്ളാഹുവിൻ്റെ തൃപ്തി, അള്ളാഹു അവനെക്കുറിച്ചും തൃപ്തനാണ്, അള്ളാഹുവിനെ പറ്റി അവനും തൃപ്തി. അതാണ് ശരിക്കും പിന്നെ റീള എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് സഹാബത്തിനെ സംബന്ധിച്ച് റളിയല്ലാഹു അൻഹും വറളു അൻഹു, അവർ അള്ളാഹുവിനെ പറ്റിയും തൃപ്തരാണ്, അള്ളാഹു അവരെ പറ്റിയും. ഇത് വലിയ തൗഫീഖാണ്. അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഒരു മനുഷ്യന് കിട്ടുക എന്നുള്ള, ഇത് രണ്ടും ഉണ്ടെങ്കിലാണ് ഒരു മനുഷ്യൻ എന്ത് ചെയ്യുക? സ്വർഗപ്രവേശനത്തിന് കാരണമാകും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞു, ഇല്ലാ യതഗമദിനി അല്ലാഹു ബിറഹ്മ, അള്ളാഹു എന്നെ അവൻ്റെ റഹ്മത്ത് കൊണ്ട് മൂടിയാലല്ലാതെ എനിക്ക് സ്വർഗം കിട്ടൂല എന്ന് പറഞ്ഞു. നമ്മൾ പള്ളിയിലേക്ക് കയറുമ്പോൾ എന്താ പ്രാർത്ഥിക്കേണ്ടത്? അല്ലാഹുമ്മ അഫ്തഹ് ലി അബ്വാബ റഹ്മതിക്, എൻ്റെ റഹ്മത്തിൻ്റെ വാതിൽ നീ എനിക്ക് തുറന്നു തരണം. വഖുർ റബ്ബി അഗ്ഫിർ വർഹം ഇന്നക അൻത വിശുദ്ധ ഖുർആൻ സൂറത്ത് നൂഹിൻ്റെ അവസാനത്തിൽ പറഞ്ഞില്ലേ, വഖുർ റബ്ബി അഗ്ഫിർ വർഹം, നീ നബിയെ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് അള്ളാഹുവെ നീ എന്നോട് റഹ്മത്ത് ചെയ്യണം, അതുപോലെ തന്നെ എന്നോട് കരുണ ചെയ്യണം. അപ്പോൾ ഇത് അള്ളാഹിൻ്റെ റഹ്മത്തിൻ്റെ, അതാണ് റബ്ബി ലിതർളാ. അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ശരി നീ കുറച്ച് തിരക്കിട്ട് ധൃതിപ്പെട്ട് വന്നല്ലോ, എന്നാൽ ഖാല, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് അള്ളാഹ് പറഞ്ഞു, തൗറാത്തൊക്കെ കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫഇന്നാ ഖദ് ഫതന്ന ഖൗമക, അല്ലയോ മൂസ നിശ്ചയമായും നാം ഖദ് ഫതന്ന ഫിത്നയിലാക്കി എന്ന് പറഞ്ഞാൽ പരീക്ഷണം നടത്തി, നിന്റെ ഖൗമിനെ നാം എന്ത് ചെയ്തു? പരീക്ഷിച്ചു, അല്ലെങ്കിൽ ഒരു പരീക്ഷണത്തിൽ അകപ്പെടുത്തി. ഖൗമക മിൻ ബഅദിക, നിന്റെ ശേഷം. അപ്പം നീ അവിടെ നിന്ന് പോകുന്നില്ലേ? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ത് ചെയ്തു? ഖൗമിനെ വിട്ടിട്ട് വേഗത്തിൽ പോന്നു തൂർ സീനിലേക്ക്. അപ്പം നീ പോന്നതിന് ശേഷം നാം നിന്റെ ഖൗമിനെ പരീക്ഷിച്ചിട്ടുണ്ട്, ഒരു ഫിത്നയിൽ നാം എന്ത് ചെയ്തിട്ടുണ്ട്? അകപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കണം, അവിടെ ആരുണ്ട്? ഹാറൂൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉണ്ട്. ഹാറൂൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉണ്ടായിരിക്കുക, ഒരു പ്രവാചകൻ ഉണ്ടായിരിക്കുകയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു ഖൗമിനെ ഫിത്നയിൽ അകപ്പെടുത്തുകയും പരീക്ഷിക്കുകയും ചെയ്യണം. മിൻ ബഅദിക, നിന്റെ ശേഷം. മിൻ ബഅദിക എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശം എന്താ വെച്ചാൽ നിന്റെ കാലശേഷം എന്നല്ല, ഇവിടെ പിന്നെ നീ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ. സാധാരണ പിന്നെ ഈ ഖാദിയാനികൾ യഅതി മിൻ ബഅദിക ഇസ്മുഹു അഹ്മദ് എന്ന് ഖുർആനിലുണ്ടല്ലോ, യഅതി മിൻ ബഅദിക ഇസ്മുഹു അഹ്മദ്. അതായത് മൂസ നബി എപ്പോഴാണ് വരിക? ഈസാ നബി മരിച്ചിട്ടാണ്. അപ്പോൾ മിൻ ബഅദിക എന്ന് പറഞ്ഞാൽ നിന്റെ ശേഷം എന്ന് പറഞ്ഞാൽ
നിന്റെ മരണശേഷം എന്നല്ല അർത്ഥം പറയാം. നിന്റെ മരണശേഷം ഓർക്കുള്ള റദ്ദാണ് ഈ ആയത്ത്. ശരിക്കും മനസ്സിലാക്കി. അതായത് അവിടെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മരിച്ചു എന്നാണ് ഖാദിയാനികൾ പറയാ. ഏതൊരു ഖാദിയാനോട് ആദ്യം സംസാരിക്കും, നിങ്ങൾ സംസാരിക്കാൻ പോട്ടോ, സംസാരിക്കുകയാണെങ്കിൽ ഖാദിയാനികൾ ആദ്യം ചോദിക്കുന്നത് വെച്ചാൽ ഈസാ നബി മരിച്ചോണോ? കാരണം ഈസാ നബീനെ മരിപ്പിച്ചാൽ ആർക്ക് വരാൻ കഴിയുള്ളൂ? മിർസക്ക് വരാൻ കഴിയുള്ളൂ. കാരണം ഈസാ നബിൻ്റെ കസേല മുമ്പ് കുത്തിരിക്കണേ, മനസ്സിലായില്ലേ? അപ്പം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മരിച്ചിട്ടുണ്ട് എന്ന് സ്ഥാപിക്കണം ആർക്ക്? കാരണം ഈസാ നബി മരിച്ചു എന്നാൽ പിന്നെ ഈസാ നബി വരുന്ന ഒരുപാട് സംഭവങ്ങൾ ഹദീസുകളുണ്ടല്ലോ, എൻസിൽ ഈസ എന്നൊക്കെ ഉണ്ട്. അതൊക്കെ ആരാണ്? പിന്നെ മിർസൻ. അതാണല്ലോ വാദം. അപ്പം അതിന് തെളിവാക്കണമെന്ന് വെച്ചാൽ യഅ്തി മിൻ ബഅദി ഇസ്മുഹു അഹമ്മദ്, എൻ്റെ കാലശേഷം ഒരു അഹമ്മദ് എന്ന പ്രവാചകൻ വരും എന്നാണ് ഈസാ നബി പറഞ്ഞത്. അപ്പോൾ മിൻ ബഅദി എന്നുള്ളതിന് ഓരെന്ത് പറയും? മിൻ ബഅദി മൗത്തി, എൻ്റെ മരണശേഷം എന്നാണ് എന്ത് ചെയ്യുക ഒരു വ്യാഖ്യാനിക്കുക. അപ്പോൾ ഈസാ നബി മരിച്ചതിന് ശേഷമാണ് ആര് വരിക? ഒമ്പതിന് വരിക. അപ്പം നമ്മളതിന് മറുപടി കൊടുക്കുക എന്താ വെച്ചാൽ മിൻ ബഅദി അല്ലെങ്കിൽ മിൻ ബഅദിക എന്ന് പറഞ്ഞാൽ മരിക്കണം എന്നില്ല, സ്ഥലത്തില്ലാത്ത അവസ്ഥക്കും എന്ത് പറയും? ഇവിടെ നോക്കിക്കോളി, ഇവിടെ മിൻ ബഅദിക എന്ന് പറഞ്ഞാൽ എന്താ? നീ മരിച്ചതിന് ശേഷം എന്നാ? അല്ല, നീ ഇപ്പം അവിടെ ഇല്ല, മൂസാ നബി ഇപ്പം അവിടെ ഉണ്ടോ? നീ മൂസാ നബി ആ സ്ഥലത്തില്ലാത്തപ്പോൾ എന്ത് ചെയ്യും? അവരെ ഫിത്നയിലാക്കും. അപ്പോൾ അവിടെ മിൻ ബഅദിക എന്ന് പറഞ്ഞാൽ മൂസാ നബി മരിക്കണം എന്നില്ല. അതേപോലെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മരിക്കണം എന്നില്ല. ആര് വരണമെങ്കിൽ? പിന്നെ ഈസാ നബി അലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരണമെങ്കിൽ ആരും മരിക്കണം എന്നില്ല. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മരിക്കണം എന്നില്ല. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ ഉമ്മത്തിലെ ഒരു മെമ്പറായിട്ട് തന്നെ എന്ത് ചെയ്യും? വരും. മനസ്സിലായി? ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇന്ന് ജീവിച്ചിരിക്കുന്ന നബിയാണ്. പിന്നെ ഖിയാമത്ത് നാൾ അവസാനമാകുമ്പോൾ ഈസാ നബി വരും. അപ്പോൾ അവിടെ മിൻ ബഅദിക എന്ന് പറഞ്ഞാൽ നിന്റെ മരണശേഷം എന്നല്ല, നിന്റെ അസാന്നിധ്യത്തിൽ എന്നർത്ഥം. താങ്കളുടെ അസാന്നിധ്യത്തിൽ, അതാണ് മീൻ ബഅദിക. നീ അവിടെ നിന്ന് പോകുന്നല്ലോ, അപ്പോൾ അവിടെ താങ്കളുടെ സാന്നിധ്യമില്ല. അപ്പം താങ്കളുടെ അസാന്നിധ്യത്തിൽ നിന്റെ ഖൗമിനെ ആര് ഫിത്നയിലാക്കി നാം പരീക്ഷിച്ചു. അപ്പം എന്താ ഉണ്ടായത്? വഅദല്ലഹും, അവരെ ളലാലത്തിലാക്കിയിരിക്കുന്നു. ആര്? അസ്സാമിരി. സാമിരി എന്ത് ചെയ്തിരിക്കുന്നു? അവരെ ളലാലത്തിൽ ആക്കിയിരിക്കുന്നു. അപ്പം ഇത് നിങ്ങൾ ആലോചിച്ച് നോക്കണം. മൂസാ നബി ഇപ്പം എന്തിനാ വന്ന്? മൂസാ നബി നബിയല്ലേ? നബിയാണല്ലോ. അപ്പോൾ ഇത് പറയുമ്പോൾ മൂസാ നബിക്ക് തൗറാത്തും കിട്ടി. അപ്പം മൂസാ നബിൻ്റെ പ്രതികരണം എന്താ? അതൊക്കെ പഠിച്ചോ എനിക്കറിയില്ല, അപ്പം ഞാൻ ഇവിടുന്ന് ഇങ്ങനെ നോക്കണില്ലേ, കജ്ജ് പറഞ്ഞു തന്നിട്ടാണ് അപ്പം എനിക്ക്. അപ്പം നമ്മുടെ കൗമിൻ്റെ സമസ്തൻ്റെ നേതാവാണ് മൂസാ നബി എങ്കിൽ എന്താ പറയുക? അതൊക്കെ എനിക്കറിയാം, നമ്മളിവിടുന്ന് ഇങ്ങനെ നോക്കണില്ല, സാമിരിയുടെ പശുക്കുട്ടി ഉണ്ടാക്കണമൊക്കെ ഞാൻ ഇവിടെ അറിയണ്ട്, ഇജിപ്പം എനിക്ക് പറഞ്ഞതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നാണോ? നബിയായ അള്ളാഹുവിനുമായിട്ട് സംസാരിച്ച മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് തൻ്റെ കുറച്ചപ്പുറത്തേക്കണ കൗമിനെ പറ്റി എന്തില്ല? വിവരമില്ല, ഒന്നും എന്ത് ചെയ്യണില്ല, അറിയുന്നില്ല. അപ്പം അമ്പിയാക്കന്മാർ അള്ളാഹുടേതൊക്കെ അമ്പിയാക്കന്മാരെന്നാണ് നമ്മൾ ജിഫ്രി പ്രസംഗിച്ച് കടപ്പുറത്തുനിന്ന്. അത് ഈ ഖുർആൻ ആയത്തിനൊക്കെ എതിരാണ്. കാരണം അങ്ങനെയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മൂസാ നബിക്ക് എന്ത് ചെയ്യണ്ട? വഅദല്ല ഖൗമക സാമിരി എന്ന് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. കാരണം മൂസാ നബി എന്ത് ചെയ്യും? അല്ലാതെ തന്നെ അതറിയാം. പിന്നെ സാമിരി ആരാണ് എന്നുള്ള മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആരേനു? സാമിരിനെ പറ്റി മുമ്പ് കുറച്ച് വന്നപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ആരായിരുന്നു സാമിരി? ബനൂ ഇസ്രായേലിലെ ഒരു പശുവിനെ ആരാധിച്ചുകൊണ്ട് ജീവിച്ച ഒരാളായിരുന്നു. പക്ഷെ അയാൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അയൽവാസിയായിരുന്നു. മൂസാ നബി ശരീഅത്തിൻ്റെ ദഅവത്തുമായി കൊണ്ട് വന്നപ്പം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ദീനിൽ പ്രത്യക്ഷമായി കൂടിയ ഒരു കപടനായിരുന്നു ആര്? സാമിരി. മൂസാ നബിൻ്റെ ശരീഅത്തിലെ ഒരു അബ്ദുല്ലാഹിബ്നു സബ ആണ് ആര്? സാമിരി. നമ്മുടെ എല്ലാ കൗമിലും സാമിരി ഉണ്ട് കേട്ടോ, മനസ്സിലാക്കിക്കോ. മുമ്പ് പറഞ്ഞാണ് എല്ലാ കൗമിലും ഒരു സാമിരി ഉണ്ട്. നമ്മുടെ കൗമിൽ സാമിരിയാണ് ആര്? അബ്ദുല്ലാഹിബ്നു സബ. മൂസാ നബിൻ്റെ കൗമിൽ സാമിരിയാണ് ഇയാൾ. അതേപോലെ തന്നെ ഈസാ നബിൻ്റെ കൗമിൽ സാമിരി ഉണ്ട്, അയാളാണ് പൗലോസ്. ആരാണ്? പൗലോസ്.
ആ പൗലോസാണ് ഈസാ നബിൻ്റെ മതത്തെന്താക്കിയത്, പിന്നെ ഫിത്തിനയിലാക്കിയത്. അതേപോലെ തന്നെ ഈസാ നബി അലൈഹി സ്വലാത്ത് റസൂലുള്ളാഹിന്റെ ഖൗമിലെ സാമരിയാണ് ആര്? അബ്ദുല്ലാഹിബ്നു സബ. എല്ലാ ഖൗമിലും ഒരു സാമരി ഉണ്ടാവും. പോട്ടെ. വഅളല്ല ഖൗമക വഅളല്ലഹും അസ്സാമിരി. സാമരി താങ്കളെ ദലാലത്തിൽ, അവരുടെ ദലാലത്തിൽ ആക്കിയിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു. അപ്പോൾ ഫറജഅ മൂസ, നമ്മൾ ഓതിയിട്ടില്ല, ഒന്ന് ആദ്യം ഓതാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. فرجع موسى إلى قومه غضبان أسفا فرجع موسى إلى قومه غضبان أسفا قال يا قوم ألم يعدكم ربكم وعدا حسنا قال يا قوم ألم يعدكم ربكم وعدا حسنا أفطال عليكم العهد أم أردتم أن يحل عليكم غضب من ربكم أفطال عليكم العهد أم أردتم أن يحل عليكم غضب من ربكم أن يحل عليكم غضب من ربكم فأخلفتم موعدي أن يحل عليكم غضب من ربكم فأخلفتم موعدي അവിടെ ഒന്ന് ഫറജഅ മൂസ, അവിടെ മൂസ എന്നുള്ളത് കുറച്ച് നീട്ടണം. മൂസ ഇല ഖൗമിഹി, ഖൗമിഹി എന്നുള്ളിടത്ത് ചെറുതായിട്ട് രണ്ടർക്കത്ത് നീട്ടണം. ഖൗമിഹി ഗദ്ബാന, ഐന് ഖൈനാൻ, ഗദ്ബാൻ ഗദ്ബാൻ ഗദ്ബാന അസിഫ അസിഫ. ഖാല യാ ഖൗമി, പിന്നെ അലം യഇദ്കും, അലം യഇദ്, ദാലിന് സുക്കൂനാണ്, ഹുറൂഫുൽ ഖൽഖലൻ. അപ്പോൾ യഇദ്കും, അലം അലം അവിടെ മണിക്കേണ്ട ആവശ്യമില്ല. അലം മീം ഇദ്ഹാർ ചെയ്യണം. അലം യഇദ്കും യഇദ്കും റബ്ബുക്കും റബ്ബുക്കും വഅദൻ ഹസന. വഅദൻ എന്ന് മണിച്ചു ഓതാൻ പാടില്ല. അവിടെ വഅദൻ ഹസന, അവിടെ തൻവീൻ ഇദ്ഹാർ ചെയ്യണം. വഅദൻ, കാരണം തൻവീന് ശേഷം ഹ ആണ് വന്നിട്ടുള്ളത്, ഇദ്ഹാറിൻ്റെ അക്ഷരമാണ്. അപ്പോൾ വഅദൻ വഅദൻ ഹസന എന്നാണ്. വഅദൻ ഹസന എന്ന് ഓതാൻ പാടില്ല. റബ്ബുക്കും വഅദൻ ഹസന അഫതാല അലൈക്കുമുൽ അഹ്ദു അം അറദ്തും. അവിടെ നോക്കുക, അം അറദ്തും എന്നാണ്. അം അറദ്തും. പക്ഷെ ആ ദാൽ, സാക്കിനായ ദാലിനെ തായിലേക്ക് ഇദ്ഗാം ചെയ്യണം. ഒരിക്കലും ദാല് അറദ്ത്തും എന്ന് പറയാൻ പാടില്ല. അറത്തും എന്നാണതുണ്ട്. അറത്തും, അറദ്ത്തും എന്നല്ല, അറത്തും. അം അറത്തും എന്നാണ്. താന് ഷദ് വരണം. അറത്തും. അതേപോലെ തന്നെ അയ്യഹില്ല, അവിടെയും നൂന് സൈലൻ്റ് ആണ്. അൻ യഹില്ല എന്നല്ല, അയ്യഹില്ല അലൈക്കും ഗളബും മിർ റബ്ബിക്കും. ഗളബും, അവിടെ ഗളബും, അവിടെ നോക്കുക, ഗളബുൻ എന്നല്ല, അവിടെ ഗളബും, അവിടെ സാക്കിനായ നൂനെ മീമിലേക്ക് ഇദ്ഗാം ചെയ്യണം. ഗളബും. പിന്നെ രണ്ടാമത്തെ സാക്കിനായ നൂനെ റായിലേക്കും ഇദ്ഗാം ചെയ്യണം.
ഗളബും മിർ റബ്ബിക്കും. ആ മീമിനെ ഇദ്ഗാം അതുപോലെ തന്നെ എന്ത് ചെയ്യണം, അവിടെ ഗുന്നത്തോടുകൂടി ഓതും വേണം. ഗളബും മിർ റബ്ബ്. അപ്പോൾ ഇവിടെ ഗളബും മിർ റബ്ബിക്കും എന്ന് ഓതുന്നിടത്ത് ഗളബുൻ എന്നുള്ള ബാഇൻ്റെ തൻവീൻ മീമിലേക്ക് ഇദ്ഗാം ചെയ്യണം. ഗളബുൻ മിർ റബ്ബിക്കും എന്നല്ല, ഗളബും മിർ റബ്ബിക്കും. അതേപോലെ തന്നെ സാക്കിനായ നൂന്, ആ സാക്കിനായ നൂന് തൊട്ട ശേഷം വരുന്ന റായിലേക്കും ഇദ്ഗാം ചെയ്യണം. ഗളബും മിർ റബ്ബിക്കും, ഗളബും മിർ റബ്ബിക്കും എന്നാണ്. പിന്നെ മിർ റബ്ബിക്കും ഫഅഖ്ലഫ്തും, അവിടെ രണ്ട് മീം ഒരുമിച്ച് വന്നു. ഫഅഖ്ലഫ്തും എന്നുള്ള സാക്കിനായ മീമും മൗഇദി എന്നുള്ള മഫ്തൂഹായ മീമും വന്നു. അപ്പോൾ ഇവിടെ സാക്കിനായ മീമിനെ രണ്ടാമത്തെ മീമിലേക്ക് എന്ത് ചെയ്യണം, മുമ്പ് നമ്മൾ പറഞ്ഞ ഇത് എപ്പോഴാണ് ഇദ്ഗാം പിന്നെ ശബ്ദ് കിട്ടുക, ഒരേ ജിൻസിൽപ്പെട്ട ഒരക്ഷരം തന്നെ ഒരുമിച്ച് വരികയും ആദ്യത്തിന് സുക്കൂനാവുകയും ചെയ്താൽ ഒന്നിനെ മറ്റൊന്നിലേക്ക് എന്ത് ചെയ്യുക, അതാണ് ശബ്ദ് എന്ന് പറഞ്ഞത്. അവിടെ ഫഅഖ്ലഫ്തും എന്നുള്ള മീം സാക്കിനാണ്, മൗഇദി എന്നുള്ള മീം എന്താണ്, ഫതഹാൻ. അപ്പോൾ അവിടെ രണ്ട് മീം ഒരുമിച്ച് വന്നു, ആദ്യത്തെ മീമിന് സുക്കൂൻ വന്നാൽ ആദ്യത്തെ മീമിന് രണ്ടാമത്തെ മീമിലേക്ക് എന്ത് ചെയ്യും, ഇദ്ഗാം ചെയ്യും. അതുകൊണ്ടാണ് ഫഅഖ്ലഫ്തും മൗഇദി. ഫഅഖ്ലഫ്തും മൗഇദി എന്നല്ല, ഫഅഖ്ലഫ്തും അവിടെ മീമിന് ശബ്ദ് വേണം, അതുപോലെ തന്നെ അവിടെ ഗുന്നത്ത് വേണം, നിറം മണിച്ചിട്ടാണ്. ഫഅഖ്ലഫ്തും മൗഇദി, അതാണ് ഓതുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്. അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം 40 ദിവസം കഴിഞ്ഞു. 40 ദിവസം അള്ളാഹുവിൻ്റെ അടുക്കൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം താമസിച്ചു. അങ്ങനെ 40 ദിവസം കൊണ്ട് അള്ളാഹു മൂസാ നബിക്ക് തൗറാത്തൊക്കെ പറഞ്ഞു കൊടുത്തു. തൗറാത്തിൻ്റെ ഏട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖുർആൻ കൊടുത്ത എങ്ങനെയാണ്, ഏടല്ല, എന്താണ്, അസ്ലല ഖൽബിക, നിൻ്റെ ഹൃദയത്തിലാണ് ഖുർആൻ ഇറക്കിയിട്ടുള്ളത്. അതേസമയത്ത് തൗറാത്ത് കൊടുത്ത ഏട് കൊടുത്തു, ഓരോ ഏടുകളായിട്ട് ഇങ്ങനെ പഠിപ്പിച്ചെടുത്തു. അതാണ് 10 കമാൻഡ്മെൻറ്റ്സ്, 10 കൽപ്പനകൾ എന്നൊക്കെ സാധാരണ നമ്മൾ പറയുന്ന ബൈബിളിലൊക്കെ ഉള്ള 10 നിർദ്ദേശങ്ങൾ, അതാണ് തൗറാത്ത്. ഇപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ ബൈബിളിൽ പഴയ നിയമം പുതിയ നിയമം ഉണ്ടല്ലോ. ഈ പഴയ നിയമം എന്ന് പറഞ്ഞാൽ തോറാന്ന് പറഞ്ഞത്, പുതിയ നിയമമാണോ ഇഞ്ചീൽ എന്ന് പറഞ്ഞത്. പക്ഷെ അതൊക്കെ ആരുണ്ടാക്കിയതാണ്, മത്തായും ലൂക്കോസും മറ്റേ യോഹന്നാനൊക്കെ ഉണ്ടാക്കിയതാണ്, അല്ലാതെ മൂസാ നബി പറഞ്ഞൊന്നല്ല, മൂസാ നബിൻ്റെ അസ്ഹാബുമാരും പറഞ്ഞതല്ല. അതുപോലെ തന്നെ അംഗീകരിക്കണ കാര്യമാണ്. പിന്നെ അതുകൊണ്ട് തന്നെ ബൈബിളിൻ്റെ തുടക്കം തന്നെ വായിച്ചു നോക്കി, പ്രപഞ്ച സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട തുടക്കം തന്നെ വായിച്ചു നോക്കിയാൽ കാണാൻ പൊട്ടത്തരാണ്. പിന്നെ ആദ്യം എന്താണ് പ്രപഞ്ചം, പ്രകാശമുണ്ടാക്കി, പ്രപഞ്ചത്തിൽ പ്രകാശം ഉണ്ടാക്കി, പിന്നെ ശൂന്യതയിൽ നിന്ന് ഉണ്ടാക്കിയത് പിന്നെ പറഞ്ഞു ഈ പ്രകാശം പിന്നെ എന്താ, പിന്നെ അങ്ങനെ ഒരുപാട് പൊട്ടത്തങ്ങൾ ബൈബിളിൻ്റെ തുടക്കത്തിൽ തന്നെ കാണാം. 6 ദിവസം ഉണ്ടാക്കി, പിന്നെ 7ാമത്തെ ദിവസം അള്ളാഹു എന്ത് ചെയ്തു, നഊദു ബില്ലാഹ്, വിശ്രമിച്ചു എന്നാണ്. അപ്പോൾ 6 ദിവസം പ്രപഞ്ചമൊക്കെ ഉണ്ടാക്കി അള്ളാഹ് എന്ത് ചെയ്തു, അതാണ് വമ മസ്സനാമിൽ ലൂബ് എന്ന് അള്ളാഹുർക്ക് മറുപടി പറഞ്ഞ. ഈ ആകാശഭൂമികൾ ഉണ്ടാക്കിയിട്ട് അള്ളാഹ്ക്ക് എന്ത് ചെയ്തിട്ടില്ല, ക്ഷീണം കുഴക്കൊന്നും ഉണ്ടായിട്ടില്ല. അത് ബൈബിളിൻ്റെ മറുപടിയാണ്. ബൈബിളിൻ്റെ തുടക്കത്തിൽ 1ാമത്തെ പേജിൽ തന്നെ തുടക്കത്തിൽ പഴയ നിയമത്തിൽ കാണാം, 7ാമത്തെ ദിവസം ദൈവം വിശ്രമിച്ചു. അതാണ് ബൈബിള്. അത് മൂസാ നബിയുടെ തൗറാത്തല്ല എന്നുള്ള ഉറപ്പാണല്ലോ, മനസ്സിലായില്ലേ? അപ്പം അങ്ങനെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് തൗറാത്ത് കിട്ടി. അപ്പം ഇനി എവിടുക്കാ പോകണ്ടേ, ബനൂ ഇസ്രായേലിൻ്റെ അടുത്തേക്ക് പോകണം. ഖൗമിനെ വഅല്ലഹു മുസാമിരി, അവരാര് വ്യതിരിച്ചിട്ടുണ്ട്, അതാണ് ഫറജഅ മൂസ. അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മടങ്ങി, ഇലാ ഖൗമിഹി, ആരിലേക്ക്, തൻ്റെ ഖൗമിലേക്ക് മടങ്ങി. ആ മടങ്ങുന്ന രൂപം എങ്ങനെ വെച്ചാൽ ഗൾബാന അസിഫ, 2 വാര്യം. ഗൾബാൻ എന്ന് പറഞ്ഞതാ ദേഷ്യം. മൂസാ നബിയുടെ ദേഷ്യത്തിന് നമുക്കറിയാം. ഒന്നാണ് കൊടുത്തപ്പോത്തിന് എന്തിട്ടുണ്ട്, ആള് കാലിയുണ്ട്. ഫക്കസഹു മൂസ ഫഖദാ അലൈഹി, അത്ര ദേഷ്യക്കാരാണ് മൂസാ നബി. അപ്പം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തൗറാത്ത് കിട്ടി. നിങ്ങൾ ആലോചിക്ക്, ശരിക്ക് ആ സന്തോഷത്തിലല്ലേ മടങ്ങണ്ടേ, അല്ലേ? തൗറാത്ത് കിട്ടിയെന്ന് പറഞ്ഞാൽ ചില്ലറ നിയമത്താണോ? അള്ളാഹു പ്രത്യേകം വിളിച്ചു വരുത്തിയിട്ട്
40 ദിവസം അള്ളാഹുവിൻ്റെ അടുക്കൽ ട്രെയിനിങ് കഴിഞ്ഞിട്ടാണ് ആര് പോണത്? മുസാനബി പോണത്. പക്ഷെ പോണ പോക്കാണെന്ന് പറഞ്ഞു. ശരിക്കും ആ കൗമിനെ സംബന്ധിച്ചുള്ള ആ ഒരു വേവലാതിയും ആവലാതിയാണ്. കാരണം ആരെ നന്നാക്കാനപ്പോൾ ഈ തൗറാത്തൊക്കെ കിട്ടിയത്? ഈ കൗമിനെ നന്നാക്കാനല്ലേ? ആ കൗമിനെ ആര് വഴിതെറ്റിച്ചിട്ടുണ്ട്? മൂസാനബി സാമരി വഴിതെറ്റിച്ചു എന്ന് മൂസാനബിക്ക് വഴി കിട്ടിയപ്പം ഫറജ മൂസ ഇലാ ഖൗമി ഗളബാൻ. ഗളബാൻ എന്ന് പറഞ്ഞ ഫഅലാൻ വസ്നാൻ എന്ന് പറഞ്ഞാൽ അതികോപിഷ്ഠനായി എന്നാണ് ശരിക്കും എൻ്റെ അർത്ഥം. ഗളബാൻ. ഇപ്പം അത്ഷാൻ എന്നൊക്കെ പറയും. അത്ഷാൻ ഫഅലാൻ. അത്ഷാൻ എന്ന് പറഞ്ഞാൽ അതിയായ ദാഹമുണ്ടായി എന്നർത്ഥം. അത്ഷ എന്ന് പറഞ്ഞാൽ വസ്തു, അത്ഷാൻ എന്ന് പറഞ്ഞാൽ നല്ലോണം ദാഹിക്കുന്നവൻ. അതുപോലെ ഗളബാൻ ഫഅലാൻ വസ്നാൻ. ഗളബാൻ എന്ന് പറഞ്ഞാൽ നല്ലവണ്ണം ദേഷ്യപ്പെട്ടു. അതോടൊപ്പം തന്നെ അസിഫ, ദുഃഖിതനായി. അസിഫ്, ആസിഫ് എന്നൊക്കെ പറയുന്നത്, സോറി, ആസിഫ് ദുഃഖിതൻ. അസിഫ് എന്ന് പറഞ്ഞാൽ ഹുസൻ എന്നർത്ഥം. അസിഫൻ അതായത് ദുഃഖവും ദേഷ്യവും. കാരണം ദുഃഖിക്കാൻ കാരണം എന്താ? പടച്ചോനെ ഈ കൗമിനെ ചെങ്കടലിൽ കടത്തിയിട്ട് രക്ഷപ്പെടുത്തി കൊണ്ടുവന്നല്ലേ. എന്നിട്ട് ഈ കൗം എന്ത് ചെയ്ത്? ദലാലത്ത്. എന്താണ് ദലാലത്ത് എന്ന് അള്ളാഹ് പറഞ്ഞില്ല. വദല്ല ഖൗമക സാമിരി എന്ന് പറഞ്ഞിട്ടുള്ളൂ. നിന്റെ കൗമൻ എന്ത് ചെയ്തിട്ടുണ്ട്? സാമിരി വഴിതെറ്റിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഈ നേരിട്ട് കാണുമ്പോഴാണ് മൂസാ നബിക്ക് എന്ത് ചെയ്യണത്? അതിൻ്റെ ഗൗരവം ബോധ്യപ്പെടുന്ന ശേഷം വരുന്നുണ്ട്. അതുകൊണ്ടാണ് പണ്ഡിതന്മാരെ സാധാരണ പറയും ലൈസൽ മുഖാബറ കൽ മുആയന എന്ന്. സാധാരണ അറബിയിലൊരു തത്വമുണ്ട്. ലൈസൽ മുഖാബറ കൽ മുആയന എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? എന്താ പറഞ്ഞ ലൈസൽ മുഖാബറ കൽ മുആയന. അത് സാധാരണ അറബികൾ പറയുന്നൊരു വാചകം. ലൈസൽ മുഖാബറ കൽ മുആയന, അതായത് കേട്ടറിവ് പോലെയല്ല കണ്ടറിവ്. വ്യത്യാസമില്ലേ? വ്യത്യാസമുണ്ടോ? കേട്ടറിവും കണ്ടറിവും വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഇവിടെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തൗറാത്തും പിടിച്ചാൽ പോകണം കേട്ടോ. എന്തുണ്ട്? ദേഷ്യമുണ്ട്, ദുഃഖമുണ്ട്. ഇനി ആ സാമ്പിരിനെയും കൂട്ടിനെയാണ് കാണുമ്പോൾ എന്താണ് ആ കിടക്കും അൽ കൽ അൽവാഹ് എന്നാന്ന് പറഞ്ഞു. തൗറാത്തിൻ്റെ ഏടൊക്കെ എടുത്തിട്ട് താഴത്ത് കണ്ടിട്ട് ആര്? മൂസാ നബി. അപ്പം എന്ത് വദല്ല ഖൗമക സാമിരി എന്ന് കേട്ടപ്പോൾ എന്താഞ്ഞ്? വദല്ല ഖൗമക സാമിരി എന്നുള്ള പറഞ്ഞില്ലേ? അപ്പം എന്തേട്ടാഞ്ഞ്? അപ്പം അതിൻ്റെ ഗൗരവം അത്ര മനസ്സിലായില്ല. അത്രണ്ട് വൈതെറ്റിച്ചു, അതിന് ദുഃഖമുണ്ട്. പക്ഷെ നേരിട്ട് കണ്ടപ്പോഴാണ് ആ വലാലത്തിൻ്റെ ഊക്ക് മനസ്സിലായത്. അപ്പം എന്ത് ചെയ്തു? അൽ കൽവാഹ്, തൗറാത്തിൻ്റെ ഏടൊക്കെ താഴത്ത് കണ്ടിട്ടു. ഇപ്പം തൗറാത്ത് വാങ്ങിയിട്ട് വരുന്നുള്ളൂ. നിങ്ങൾ ആലോചിച്ചത് ഖുറാനിലുള്ള ഇതങ്ങനെ ഹദീസിലാണെങ്കിലോ അടച്ചോനെ എറിഞ്ഞുണ്ടാവും ഹദീസൊക്കെ. മൂസാ നബി തൗറാത്ത് വലിച്ചെറിയേ. ഹായ്, പ്രവാചകന്മാർ നിന്ദിക്കണ ഹദീസ് ഖുറാനെതിരല്ലേ എന്ന് പറഞ്ഞ് തട്ടും. ശരി, ഖുറാനായതുകൊണ്ട് പിന്നെ തട്ടാൻ ചോട്ടാനൊന്നും പറ്റില്ലല്ലോ, അംഗീകരിക്കല്ലേ അത്. പോട്ടെ. ഇപ്പം പറഞ്ഞു വെച്ചാൽ ഇവിടെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മടങ്ങുന്ന രീതി ഖൽബാൻ അസിഫൻ, വളരെ ദുഃഖിതനായി വളരെ ദേഷ്യത്തിലാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മടങ്ങണം. ആലോചിച്ചൊക്കെ ആ പ്രവാചകൻ്റെ ഒരു ദുഃഖം എത്ര ഉണ്ടാവും. എന്നിട്ട് എത്ര നമസ്കാരം ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് അടുത്ത ആഴ്ച വിശദീകരിക്കാം. അപ്പോൾ മൂസാ നബി ഫറജ മൂസ ഇലാ ഖൗമിഹി ഖൽബാൻ ആസിഫൻ, മൂസാ നബി ദുഃഖിതനായിക്കൊണ്ട് അദ്ദേഹം തൻ്റെ ഖൗമിലേക്ക് മടങ്ങി. ഇൻഷാ അല്ലാഹ് ബാക്കി അടുത്ത ആഴ്ച വോട്ടാണ്. വാസു പ്രശ്നം ചെല്ലല്ലേ? എല്ലാവരും നേരത്തെ വോട്ട് ചെയ്ത് വരിക. എങ്ങനെ? ഇൻഷാ അല്ലാഹ് ടെൻഷൻ ചെല്ലോ. അപ്പോൾ ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീൻ കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. സുബ്ഹാനല്ലാഹ്. എങ്ങനെ? അത് അള്ളാഹു എക്സ്റ്റൻഷൻ ചെയ്തെന്ന് അറിയില്ല, നീട്ടിക്കൊടുത്താണ്. അത് ഈ 10 ദിവസം ദുൽഹിജ്ജ ആദ്യത്തെ 10 ദിവസങ്ങളായിരുന്നതാ. ദുൽഖഅദ മാസത്തിൽ അള്ളാഹു വിളിപ്പിച്ചു. ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ, ആ 10 ദിവസങ്ങളുടെ മഹത്വം കൂടി ബോധ്യപ്പെടാനും ബോധ്യപ്പെടുത്താനും കൂടിയിട്ടാണ്
അതുകൊണ്ടാണ് വൽ ഫജ്രി വലയാലിൻ അശ്ർ എന്ന് പറഞ്ഞല്ലോ. ആ വൽ അശ്രി അശ്രി എന്ന് പറഞ്ഞതും ദുൽഹിജ്ജ് ദിവസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളിലായിരുന്നു എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. ഇനി അതല്ല വേറെ അഭിപ്രായങ്ങളുണ്ട്, അല്ലാഹു ആലം. ഏതായാലും അള്ളാഹു 10 ദിവസം കൂടി എന്ത് ചെയ്തു, 40 ദിവസമാണ് തമ്മ മീഖാത്ത്, അങ്ങനെ 40 യൗമൻ 40 ദിവസം പൂർത്തിയാക്കി എന്ന് പറഞ്ഞു. അള്ളാഹു അല എൻ്റെ നിങ്ങളെന്താ പറഞ്ഞ? ആ അതെ അതെ. തുരിശീന എന്ന് പറഞ്ഞാൽ ആ തുരിശീന മലൻ്റെ ചോട്ടിലാണ് താമസിക്കണേ. ഓല് ജാനുബിൽ ഐമനി തൂറുന്നില്ലേ, അതിൻ്റെ വലത് ഭാഗത്താണ് താമസിക്കണത്. ആ മലൻ്റെ ചെരുവുക്ക് തന്നെയാണ് അള്ള എന്ത് ചെയ്തത് ശരിക്കണം അവർ. അപ്പോൾ ഓലക്കാട് കുറച്ച് നേരത്തെ മുസാനബിയാണ് പോയി എന്നുള്ളൂ. അധികം ദൂരമല്ല, കുറേ ദൂരത്തേക്കല്ല, ആ തൂറിൻ്റെ മുകളിലേക്കാണ് ക്ഷണിച്ചത്. ഓല് താഴ്വരയിലാണ് ഓല് താമസിക്കുന്നത്. പക്ഷെ എന്നിട്ട് പോലും മുസാനബി എന്ത് ചെയ്യണില്ല, അവിടെ നടക്കണം അറിയണില്ല. സുബ്ഹാനക്കല്ലാഹു വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക.